ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ദോഹയിലുള്ള മിയ പാർക്കിലാട്ടോ. ഇന്ന് ഞങ്ങൾ ഒറ്റക്കല്ല കേട്ടോ. ഇന്ന് ഞങ്ങളെ കൂടെ ഇഷയുടെ ഫാമിലി ഉണ്ട്. ഞങ്ങൾ ആദ്യം അവരെ പിക്ക് ചെയ്തിട്ട് വേണം മിയ പാർക്കിൽ പോവാനേ. ഞങ്ങളെ പപ്പന്മാര് കൂടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗായ്സ്. അതൊരു വലിയ പാർക്കാട്ടോ ഗായ്സ്. വന്ന ആഴ്ച ഞങ്ങളൊരു കിളീനെ കണ്ടപ്പോ ഞങ്ങൾ എന്ത് ചെയ്ത് അതിനെ പിന്നാലെ ഓടി നടന്ന്. ഞങ്ങൾ കുറെ ദിവസമായി വിചാരിക്കുന്നു പകലൊരു ദിവസം പാർക്കിലൊക്കെ പോണെന്ന്. ഇന്നാണ് അതിനൊരു സാധിച്ചത്. ഈ ചൂച്ചിനെ അമ്മായി പിടിച്ചിട്ടൊന്നും കിട്ടണില്ല കേട്ടോ ഗായ്സ്. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഒക്കെ അടിക്കൂടെ പോണൊക്കെ കാണാം കേട്ടോ. ഞാൻ ശരിയാണെങ്കിൽ അവിടെ ഓട്ടോമത്സരമൊക്കെ നടത്തിയിട്ട് ഒക്കെ ഫസ്റ്റ് ആവണത് ഞാനാണ്. ഞങ്ങളോടുമ്പോ ചൂച്ചാമാല ഞങ്ങളെ പിന്നാലെ ഓടി വരും കേട്ടോ ഗായ്സ്. ഇവിടെ കുറെ പേര് ഇരിക്കണ്ടാന്ന് കേട്ടോ. അവിടെ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അത്ര നല്ല സ്ഥലങ്ങളാണ്. കുറെ നടക്കാനുണ്ട് കേട്ടോ പാർക്കിലൊക്കെ. ഞാൻ ആദ്യം ഓടിപ്പോണ കാരണം ശരിക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഫ്ലൈറ്റ് പോണതുണ്ടോ ഗായ്സ്. ഈ ഫ്ലൈറ്റിന്റെ ഇറക്കാണ് കേട്ടോ. അവിടെ കിഡ്സിനൊക്കെ ഇങ്ങനെ പ്രോഗ്രാം ഞങ്ങൾ കേട്ടിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പൊ ഞങ്ങൾ എത്താൻ ലേറ്റ് ആയോണ്ട് അതൊന്നും ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റില്ല. അവിടെ കുറെ ബോട്ട് ഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസത്തിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഞാനും ഈശ്വരന്റെ ഉണ്ണിയായിട്ട് എന്നെ കെട്ടിപ്പിടിച്ചതിന് ഫോട്ടോസ് ഒക്കെ എടുക്കണ സമയത്ത് ചൂച്ചു മാത്രം ഇങ്ങനെ മാറി. ചൂച്ചിന് തീരെ വയ്യാതുകൊണ്ട് ചൂച്ചക്ക് കളിക്കാനൊന്നും ഉഷാറില്ല. അവിടെ നല്ല ഫുഡിന്റെ ഇങ്ങനെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ദൂരമൊക്കെ ഉണ്ട് കേട്ടോ പാർക്കിക്ക്. ഈശ്വരന്റെ ഉണ്ണിയാണെങ്കിൽ ടയേർഡായിട്ട് അവിടെ ഇരിക്കണ്ടെന്ന്. പിന്നെ ഞങ്ങള് വീണ്ടും പ്ലെയിനുകളൊക്കെ കണ്ട്. അങ്ങനെ ഞങ്ങൾ എങ്ങനെ ഓടി പാർക്ക് എത്തിട്ടോ ഗായ്സ്. അവിടെ എത്തിയ സമയത്ത് തന്നെ കുട്ടികളെ ഒറ്റോട്ടം. അവരൊന്നും തീരെ കിട്ടണില്ല. ചൂച്ചോനെ അമ്മാലെ എന്നെ ഐശ്വര്യ ആരും കിട്ടണില്ല. പിന്നൊന്നും പറയണ്ട, എല്ലാരും നല്ല ഓട്ടം പിന്നെ കളിയും. ഞാൻ അവിടെ പോയിട്ടാണ് ശരിക്കും ആഘോഷിച്ചത്. അവിടെ ഓരോ ഏജുകൾ പറഞ്ഞിട്ടാണ് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ കുഞ്ഞു കുട്ടികൾ പാർക്കിലാട്ടോ. ഞാനും ഈശ്വരന്റെ ഉണ്ണിയും ചൂച്ചും കളിക്കണേ. ചൂച്ചുക്ക് ഈശ്വരന്റെ ഉണ്ണിക്ക് നന്നായിട്ട് കളിക്കുക. അതാവുമ്പോ എനിക്ക് ഈശ്വരനൊന്നും കളിക്കാൻ പറ്റൂല. എന്റെ ഈശ്വരന്റെ വേറെ അപ്പുറത്താണ് പാർക്ക്. അപ്പൊ ഞാൻ എന്താ ചെയ്ത് ഏറ്റവും വലിയ കുട്ടികളെ പാർക്കിൽ കയറ്റി കളിക്കുന്നത്. ഈശ്വരാണെങ്കിൽ വരുണ്ടാ. പിന്നെ ഞങ്ങളെ വയസ്സിന്റെ പാർക്കിൽ പോയി. അതിലും ഈശ്വര വന്നില്ല. ഈശ്വര ഒരു സ്ഥാനത്തിന് പോലും കയറുന്നില്ല. ഇതാണ് ഞങ്ങളെ വയസ്സില്ലാത്തത് ഏറ്റവും വലിയ പാർക്ക്. അതുകൊണ്ട് അതിലൊക്കെ ഞാൻ കയറി. ഈശ്വരാണെങ്കിലും കുഞ്ഞു കുട്ടികളെ പാർക്കിൽ കയറി കളിക്കുന്നത്. എന്നിട്ട് ഈശ്വരന്റെ അടുത്ത് അവിടെ നിന്നിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ ചെവി വെച്ച് കേൾക്കുന്നു പറഞ്ഞു. അപ്പൊ ഈശ്വരനൊക്കെ കേൾക്കാൻ നമുക്ക് സംസാരിക്കാനെങ്കിലും പറ്റും. ഞാനാണെങ്കിൽ അവിടെ നിൽക്കുന്നു, ഈശ്വരാണെങ്കിൽ ഇവിടെ നിൽക്കുന്നു. ഞാനാണെങ്കിൽ വലിയ റൗണ്ട് കയറിയിട്ട് ഈശ്വരനാണെങ്കിൽ അധികം നല്ല പേടി. ചൂച്ചുനും അമ്മാലൊന്നും വലിയ റൈഡിലൊന്നും കയറാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ചൂച്ചും അമ്മാലൊക്കെ ചെറിയ റൈഡിൽ കയറിയുള്ളൂ. പിന്നെ അത് മാത്രമാണ് ചൂച്ചൊന്ന് വലിയ റൈഡിൽ കയറാൻ നിൽക്കണ്ടാന്ന്. അപ്പൊ ഞാനൊന്ന് കയറ്റി നോക്കാന്ന് വിചാരിച്ച് കയറ്റി ഒരു ട്രൈ കൊടുത്തപ്പോ വീണ്ടും വേണമെന്ന് അവനക്ക്. ഇവന് നിക്കണില്ല കേട്ടാ. എന്നിട്ട് വലിക്കെന്താ ചെയ്ത് അവനെടുത്ത് നടക്കേന്ന്. ഇവനക്ക് കുഞ്ഞു കുട്ടികളതും വലിയ കുട്ടികളും ഒന്നും അറിയൂലല്ലോ. കുഞ്ഞു കുട്ടിയല്ലേ, അതുകൊണ്ട് ഇവരെല്ലാത്തിനും കയറും. ഞാൻ കേട്ട സമയത്ത് ചൂച്ചെന്നെ കായ പിടിച്ചിട്ട് മുമ്പ് കേറ്റിന്ന് പറയണ്ടാന്ന്. അപ്പൊ ഞാൻ എന്താ ചെയ്ത് ചൂച്ചനെ ഒന്ന് കേട്ടാന്ന് വിചാരിച്ച് ചൂച്ചനെ കേറ്റി. ഇങ്ങനെയൊക്കെ ഫസ്റ്റ് ട്രൈ കേട്ടിട്ട് കുറെ കുട്ടികൾ കണ്ടിട്ടാണ് അവനെ വന്നത്. എന്താ വെച്ചാല് ഇവനിക്ക് സ്റ്റെപ്പ് നിൽക്കാൻ അറിയില്ലല്ലോ. പിന്നെ ഈശ്വല് കൊറേ നോക്കിന്ന് കൊറേ അവിടെ നിന്ന് എല്ലാരും ബലിക്ക് ഈശ്വലൊക്കെ നോക്കിന്ന് നിക്കണ സമയത്ത് ഞാൻ ചുറ്റും കേറണുണ്ടായിരുന്നുള്ളു. നല്ല തിരക്കുണ്ടാകുന്ന മേലെ ചൂച്ച് കണ്ട കാരണം വെച്ചാൽ മേലെ കേറാനൊന്നും ശരിക്കും പറ്റൂലല്ലോ. ഞാനും ചൂച്ചെത്തി എന്ന് തോന്നുന്നു. ഞങ്ങളെത്തി. പിന്നെ ചൂച്ച് പെട്ടെന്ന് വന്ന് ഞാൻ എന്റെ പിന്നാലെ ഓടി വന്നു. അപ്പൊ ഈശ്വല് ചോദിക്കുന്നു ഞാനും കൂടി വന്നോട്ടേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു. അപ്പൊ അവളെ മൂഡ് മാറിയിട്ട്
ഞാൻ വരണില്ല, നീ വേണമെങ്കിൽ കളിച്ചോ. ഞാൻ കൊറേ പിടിച്ചു കളിച്ചു. എന്നിട്ട് അവൾ തീരെ വരുന്നില്ല. ഞാൻ കൊറേ നേരം സൈഡ് കേറിട്ടു, ഏറ്റവും വലുതിൽ. പിന്നെ എനിക്ക് പറ്റിയ സൈഡ് ഉണ്ടായിരുന്നു, അതില് ഞാനാ കെടുത്ത്. അതിനെ കേറിയപ്പോഴില്ലേ ഞാൻ പെട്ടെന്ന് ചാടി. അവിടെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെ വിശാലിനെ പറ്റിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. വിശാലാണെങ്കിൽ ഇതുപോലത്തെ ചെറുതിലാണ് കേട്ടോ കയറുന്നത്, കുഞ്ഞേ കുട്ടികളത്. ഞാനാണെങ്കിൽ വലുതിൽ. ചോദിച്ചാണെങ്കിൽ പെട്ടെന്ന് ചെറുതില് കയറി. ചോദിച്ചു എന്താ മൂഡ് മാറിയല്ലോ, എന്താ വലുതി കയറണ മാറുന്നു. അപ്പൊ ഞാൻ വെറുതെ കയറണ കണ്ടപ്പോ ചോദിച്ചു ഒന്നും കൂടി കയറാൻ നിക്കണ്ടായിരുന്നു. അവിടെ നിന്ന് ചോദിച്ചൊക്കെ പാർക്ക കണ്ടപ്പോഴാണ് നല്ല ഉഷാറ് കിട്ടിയത്. അപ്പൊ ചോദിച്ചൊന്ന് അവിടെ ഇങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കുമ്പോ ചോദിച്ചക്ക് ഉഷാറൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എങ്ങനെ വഴി കണ്ടുപിടിച്ച് ചോദിച്ചു വഴി കണ്ടുപിടിച്ച് എന്താ അതിൽ കൂടെ ഇങ്ങനെ കേറി. അപ്പൊ നമ്മൾക്ക് എന്താ സ്റ്റെപ്പ് ഒന്നും കയറേണ്ട ആവശ്യമില്ല, നമ്മൾ പെട്ടെന്ന് മേലൊക്കെ എടുത്തു. അവിടെ ഞങ്ങൾ എത്താൻ ഇത്തിരി ലേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്താ പെട്ടെന്നാണ് പാർക്കിൽ കയറാന്ന് വിചാരിച്ചത്. ഇനി കൊറേ നേരം ഞാന് അവര് വിളിക്കണ്ട് പോവാൻ വേണ്ടി തന്നെ. എന്നിട്ട് ഞാൻ പോണില്ല. എന്നിട്ട് ഇഷലൊക്കെ കുറച്ചില് കേറുണ്ട്, ഞാൻ കൊറേല് കേറുന്നുണ്ട്. പിന്നെ നമ്മളെന്താ പിടിച്ചിനെ വലിക്കണ സാധനം ഉണ്ട്, അതിലെന്താ ഞാൻ കാലോണ്ട് നടക്കാണ്, അതും മേലക്കൂടെ. പിന്നെ ഞാൻ എന്താ ചെയ്ത് ഇറങ്ങാന്ന് വിചാരിച്ചു. ഈ സാധനത്തിൽ കയറുമ്പോഴല്ലേ കുട്ടികൾക്കൊന്നും കയറാൻ പറ്റൂല കേട്ടോ. എന്താ വെച്ചാല് ഈ സാധനത്തിൽ കയറുമ്പോഴെന്താ കുട്ടികളെ കാലൊന്ന് ഉള്ളിക്ക് പോകുമ്പോഴല്ലേ കുട്ടികൾക്ക് നടക്കാനൊന്നും പറ്റൂല. നമ്മൾ ഈ സാധനത്തിൽ തന്നെ കയറുമ്പോ ചൂച്ചിന്റെ കാലൊക്കെ കുറെ കുടുങ്ങാൻ പോയിണ്ട്. അതുപോലെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റൂല. അതിനൊരു കയറുണ്ട് ഇറങ്ങാൻ വേണ്ടിട്ട്. ആ കയറുമ്പോ നമ്മൾ കയറി പഠിക്കണം. ഏറ്റവും വലിയ കുട്ടികൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അപ്പൊ ചോദിച്ചെന്നെ ഞാൻ എന്ത് ചെയ്ത് ഇറക്കി, അവനെ ഇറക്കി. ഞാൻ എന്ത് ചെയ്ത് എക്സസൈസിലൊക്കെ പോയി കുറെ എക്സസൈസ് ഒക്കെ ചെയ്ത്. നിങ്ങൾ ഈ സാധനം കറങ്ങണ കണ്ടോ? ആ സാധനത്തിന് ഞാൻ പോണ വിചാരിച്ചു. ഞങ്ങൾ കുറെ നേരം അവിടെ നിന്ന് കളിക്കുണ്ടായിരുന്നെ. ഞാൻ ഇശലാണെങ്കിൽ നല്ല ഓട്ടം. ഇശന്റെ ഉണ്ണി അതേ സ്ലൈഡിൽ കയറിണ്ടായിരുന്നെ. ഇശന്റെ ഉണ്ണി പെട്ടെന്നൊന്ന് കരഞ്ഞ് തലൊന്ന് ഇടിച്ചപ്പോ ഇശന്റെ ഉണ്ണി മേലക്ക് കയറിണ്ടായിരുന്നു. എന്താ ഞാൻ അവളുടെ മേലക്ക് കയറി. ഞാന് താഴെ നിൽക്കണ്ടായിരുന്നു. അവളെ കേട്ട് വേണേ എനിക്ക് കേട്ട് അവളെ കളിപ്പിക്കാന്. അപ്പൊ ഞാൻ കുറെ നേരം അവളെ കളിപ്പിച്ചു. ഞാൻ ഒറ്റ കണയിൽ അവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ വലിക്കുന്ന അടുത്ത് പറഞ്ഞ് ഒക്കെ വീഡിയോ എടുക്കുക, വലിക്കുക വീഡിയോ എടുക്കുക. നിങ്ങൾ കണ്ടില്ല അതുപോലത്തെ ഒരു ഏണിക്കൂടെ നമുക്ക് നടക്കാനൊന്നും പറ്റൂല. പിന്നെ നോക്കുക, നിങ്ങൾ ഒരു സാധനം കണ്ടോ, നമ്മളെങ്ങനെ പിടിച്ചിനെ നടക്കണതാണ്. ഞാനാണെങ്കിൽ അതിന്റെ മേലക്കൂടെ നടക്കും. അങ്ങനെ അവിടെ എന്താ കൊറേ ഇങ്ങനെ പതിയെ രാത്രി ആവാനായി. ഞാൻ ഇശലാണെങ്കിലും ഇശന്റെ ഉണ്ണിയാണെങ്കിലും അവിടെ നിന്ന് കളിക്കുന്നുണ്ട് വേറെ സ്ഥലത്ത് പോയിട്ട്. ആ സമയത്താണ് ചോദിച്ച വലിക്കിന്റെ കൂടെ ഉള്ളത്. ഇശന്റെ ഉണ്ണിയാണെങ്കിൽ നല്ല ഒട്ടോ. ഇശന്റെ ഉണ്ണീനെ പിടിച്ചിട്ട് തീരെ കിട്ടണില്ല. അങ്ങനെ ഞാൻ ഇശലും വന്ന അവിടെ നിന്ന്. ഇപ്പൊ ഞങ്ങളില്ലത് എന്താ ഞങ്ങളെ വയസ്സത്തെ കുട്ടികളായിട്ടോ. അത് ഒരു റെഡാന്ന് തോന്നുന്നു. റെഡ് അല്ല, എന്റെ കളർ യെല്ലോ അല്ലേ. അപ്പൊ യെല്ലോ ആണ് ഞങ്ങളെ പൈസന്റെ കളറ്. അതാണെങ്കിൽ അതിലുണ്ട് വലിയ സ്ലൈഡ്, ഫുഡൊക്കെ കൊണ്ടുവന്നുണ്ടോണ്ട് ഞങ്ങള് അവിടെ കളിക്കുന്ന ജീപ്പിന്റെ അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ തിന്നുണ്ടാന്നിട്ടോ.
പിന്നെ ആടി 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 അത് തന്നെ ആടുമ്പോൾ നമ്മളെന്ത് ഇങ്ങനെ ആട്ടി ആട്ടി എന്താ തിന്നണം. പിന്നെ കുറെ സാധനങ്ങളൊക്കെ കണ്ട് കുറെ ആൺകുട്ടികളില്ലേ അതിനെ വരെ നിന്നിട്ട് ഇതിനെ കളിക്കണ്ടാണ്. ഞാനാണെങ്കിൽ എന്താ ഇങ്ങനെ വലിയൊരു ബ്ലാക്ക് സാധനം നിങ്ങൾ കണ്ടില്ലേ, ഇന്നെന്താ റൗണ്ട് പോലത്തെ സാധനത്തിൽ കുറെ ആൾക്കാർ ഊനാലാട്ടെന്ന് അതിൽ കയറാൻ വേണ്ടിട്ട് ഞാൻ കുറേ വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ അതിട്ടിട്ട് ആ കറങ്ങണി പോയിട്ട് എന്താ രാത്രി ആവാനായിട്ടോ പെട്ടെന്ന് ഇങ്ങനെ രാത്രി ആവുകൊണ്ട് കത്തളില്ലേ. അവിടെ നല്ല തണുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. കോട്ടൊന്നും ഇടണ്ടായത് നമുക്ക് നല്ല തണവില്ല ദിവസം എന്തായാലും കോട്ടിട്ട്. എന്നാലും എന്തായാലും നിങ്ങൾ ബാഗ് കൊണ്ടുവരുന്ന കാരണം എന്താ നിങ്ങൾ കോട്ടൊക്കെ എടുത്തോട്ടോ. ചിലപ്പോ നല്ല തണവൊക്കെ ഉണ്ടാവും. എനിക്ക് ഇത്തിരി തണവ് കുഴപ്പമില്ല, വിഷുവിന് തണവ് തീരെ കുഴപ്പമില്ലല്ലോ, തണവ് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് വിഷുവിന് എന്താ കോട്ടൊക്കെ ഇട്ടിട്ട് വന്നേക്കണേ. കുറെ ആൾക്കാർ എന്താ സൈഡിലൊക്കെ ഇരുന്ന് തിന്നുണ്ടായിരുന്നു, കുറെ കുട്ടികളൊക്കെ. പിന്നെ ഇഷന്റെ ഉണ്ണിയാണെങ്കിൽ നല്ല കളി. ഇഷന്റെ ഉണ്ണിക്കില്ലേ ഏറ്റവും ഇഷ്ടം എന്നെയാണ്, അതോടെ എന്നെ പിന്നാലെ ആയിട്ടാണ് അത് കളിക്കുക. അപ്പൊ ചൂച്ചുക്ക് ഏറ്റവും ഇഷ്ടം ഇഷലിനെയാണ്. അതുകൊണ്ട് എന്താ ഇഷല് ഇഷല് ചൂച്ചിനായിട്ട് കളിക്കും. ഞാന് എന്താ ഇഷലിന്റെ ഉണ്ണീനായിട്ട് അമാലായിട്ട് കളിക്കും. അമാലാണെങ്കിൽ നല്ല ഓട്ടം എന്ത് കളി. അമ്മയാണെങ്കിൽ അവിടെ ഡാർക്ക് ഗ്രീൻ ഉണ്ടാകുന്നുണ്ട്, കുഞ്ഞീ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതാണ്. കാലൊക്കെ കൊടുങ്ങ അതിലെന്തായാലും. എന്നാൽ ഇഷന്റെ ഉണ്ണി എന്താ സൂക്ഷിക്കണ്ടല്ലോ, എന്താ അവളുണ്ണി ഇത്തിരി വലുതായോണ്ട് അവൾക്ക് കളിക്കുന്നാല്. ഇവർ രണ്ടുപേരും വയസ്സ് എന്താ സെയിം വന്ന് എനിക്ക് തോന്നുന്നുണ്ടാന്ന് കേട്ടോ. എന്നുവെച്ചാൽ ഇവർ രണ്ട് ഹൈറ്റും സെയിം ആവുന്നില്ല. എന്നാല് ഇവര് കുഞ്ഞു കുട്ടികളായോണ്ട് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഇഷന്റെ ഉണ്ണി സ്ലൈഡ് കളിക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ വേറെ സ്ലൈഡ് ചെയ്ത് കുഞ്ഞേ കുട്ടികൾ സ്ലൈഡ്. അതുകൊണ്ട് ഞാൻ വേറെ സ്ലൈഡിൽ പോയി. വേറെ സ്ലൈഡിൽ പോയിട്ട് ഞാൻ എന്താ ബോട്ടിൽ കയറാന്ന് വിചാരിച്ചു. ഞാന് ഇഷന്റെ ഉണ്ണി അപ്പഴത്തിന് ബോട്ടിൽ കയറുണ്ടായിരുന്നു. ഞാനും ഇഷനും ചോദിച്ചാണെങ്കിൽ വലിക്കിന്റെ ഇഷന്റെ ഉമ്മാന്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ എവിടെയെന്ന് നിങ്ങൾക്ക് അറിയോ? എന്താ വെച്ചാല് ഞങ്ങൾക്ക് പെട്ടെന്ന് എന്താ സാധനം കിട്ടി, ഊനാല ബ്ലാക്ക് ഊനാല. അതുകൊണ്ട് ഇഷന്റെ ഉമ്മ ഞങ്ങളെന്താ ആട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രല്ല പിന്നെ വേറെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷാന്ന് തോന്നുന്നു. അപ്പൊ ഇഷന്റെ ഉണ്ണിയും കയറി ചോദിച്ചാണെങ്കിൽ എന്റെ വടിയിൽ ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവരൊക്കെ പോവാൻ വേണ്ടിട്ട് കുറെ നേരം ഇരുന്ന്
പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി പോണ സമയത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ കൂടി വരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ എന്താ മുണ്ടാണ്ട് എനിക്ക് ഇവരുടെ ഭാഷ ഒന്നും അറിയില്ലല്ലോ, നമ്മ മലയാളിയല്ലേ. അങ്ങനെ ഞാനും ശലും കുറെ നേരം ഊഞ്ഞാലാടി ആടി ആടി. സമയമൊന്നും നമ്മൾക്ക് ഇങ്ങനെ കളിക്കുമ്പോ കുട്ടികൾക്കൊന്നും സമയമൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് സമയമൊന്നും പോണൊന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങളാണെങ്കിൽ കളിക്കണതാ നല്ലതെന്ന് വിചാരിച്ചു കുറെ നേരം ഇങ്ങനെ ഊഞ്ഞാലാടി കുറെ അപ്പൊ എല്ലാരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാരും എന്തായാലും കാണണം. അങ്ങനെ ഞാനും ഇഷലാണെങ്കിൽ കുറെ നേരം ആടി 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 എല്ലാരും ഇറങ്ങിക്കഴിഞ്ഞ് ഇഷലും ചോദിച്ച ഇറങ്ങിയപ്പോ ആൺകുട്ടി വീണ്ടും ചോദിച്ചാണെങ്കിൽ അവിടെ നല്ല ചോദിച്ചു ഇഷലാണെങ്കിൽ കിടക്കുന്നു. ഞാനാണെങ്കിൽ സൈഡിലാണെങ്കിൽ ഇങ്ങനെ ആട്ടുന്നത്. ഞാൻ ഈ സമയത്ത് എന്താ സ്ലൈഡിൽ ഇറങ്ങാന്ന് വിചാരിച്ചപ്പോൾ ഒരാളും കൂടി കൂട്ടിണ്ട്. അതാരാന്ന് നിങ്ങൾക്കറിയോ? ഞാൻ മാത്രമല്ല കേട്ടോ, അതാണെങ്കിൽ നല്ല ചാട്ടുണ്ട്. പിന്നെ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കേറി പോണ്ടാന്ന്. പിന്നെ ഞാൻ ഇന്ന് ഒറ്റക്ക് കേറുണ്ടാന്ന്. ചോദിച്ചാണെങ്കിൽ എന്ത് പകുതി കേറണുള്ളൂ കേട്ടോ, അത് ഇത്തിരി കേറണുള്ള ചോദിച്ചു. തൊട്ടടുത്ത സ്ലൈഡ് ഉണ്ടാന്ന്. അപ്പൊ ഞാനിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണ സമയത്ത് ചോദിച്ചു പറഞ്ഞു, ഞാനില്ലേ ചെറിയ സ്ലൈഡിൽ പോണില്ല, ഞാൻ മുമ്പാടെ കൂടെ എന്താ വലിയ സ്ലൈഡിക്ക് വരാന്ന് പറഞ്ഞു. ചൂച്ചിന് വലിയ സ്ലൈഡിക്ക് കൊണ്ടുപോയി. അങ്ങനെ എന്താ ഞാൻ കേറി. പിന്നെന്താ എന്റെ മുമ്പ് കുറെ ആൾക്കാർ കേറി വരണ്ട്. ചൂച്ചാണെങ്കിൽ ചാടിനായോണ്ട് ചൂച്ചക്കൊന്നും വരാൻ പറ്റണ്ടാന്നില്ല കേട്ടോ. ഞാൻ ശരിയാണെങ്കിൽ കുറെ നേരം അവിടെ ഇരുന്നിട്ട് നാടി അതെന്താ റൗണ്ട് പോലെ ഇട്ടോ, മേലേക്ക് പോവാ താഴേക്ക് പോവാ, മേലേക്ക് പോവാ താഴേക്ക്, മേലേക്ക് പോവാ താഴേക്ക് പോവാ. അതുപോലെയാണ്. കുറെ ആൺകുട്ടികൾ എന്താ ഇങ്ങനെ സ്ലൈഡൊക്കെ ആക്കിയിട്ട് കുറെ ആൾക്കാരൊക്കെ വീഴുണ്ട്, കുറെ ആൾക്കാരൊക്കെ നിക്കുന്നുണ്ട്. കുറെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ആട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ ആട്ടുണ്ടായിരുന്നു. ഞാൻ ശെൽവാത്താന്ന് മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇഷന്റെ ഉമ്മ ഇങ്ങനെ കുറച്ച സമയത്ത് വന്നു. കുറെ ആരും എന്താ കുഞ്ഞിയ കുട്ടികളൊന്നും അതിന്റെ മുമ്പിൽ പോയിട്ടൊന്ന് നിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇഷല് എന്ത് ചെയ്ത് ഇതൊക്കെ കുറെ നേരം ആടി ആടി ആടി. ഞാനാണെങ്കിൽ നടന്ന് പേടിച്ച് ഓടി. പിന്നെന്താ പിന്നെ ഞങ്ങൾക്ക് വേണ്ടിട്ട് സ്ലൈഡൊക്കെ കിട്ടിണ്ടാന്ന്. ഇഷലാണെങ്കിൽ ഓടിപ്പോയി സ്ലൈഡ് കണ്ടുപിടിച്ച്. ഞങ്ങളിരുന്ന സ്ലൈഡിൽ രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ വേറെ സ്ലൈഡ് അത് നമ്മളിങ്ങനെ ഇരുന്ന് പിടിക്കണം, നമ്മളെ തന്നെ ആട്ടണം, ഒരാളും ഉണ്ടാവില്ല ആട്ടാൻ. ഞങ്ങളാണെങ്കിൽ മുറുക്കി പിടിച്ച് കുറെ. അങ്ങനെ എന്ത് ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ പോവേണ്ടോ പാർക്ക് വിട്ടിട്ട്. രാത്രി ആയില്ലേ, പോവേണ്ട. കുറെ ആൾക്കാരൊക്കെ പോയിണ്ട്, കുറെ ആൾക്കാർ പോയിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഖത്തറിൽ എല്ലാരും എന്തായാലും ഇങ്ങോട്ട് വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ദോഹയിലുള്ള മിയ പാർക്കിൽ എല്ലാരും എന്തായാലും വന്നിട്ടോ. കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ മിയ പാർക്കില് ദോഹയിൽ കൊണ്ടാക്കാൻ വന്നത് എന്താ എന്റെ പപ്പയാണ്. ഞങ്ങളെ ഇഷലിന്റെ വീട്ടിലാക്കിയത് ഇഷലിന്റെ പപ്പയെന്ന് കേട്ടോ. അപ്പന്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാനായി. ഇപ്പൊ പുതിയ വീഡിയോ വരണ വരെ ബൈ. അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാം കേട്ടോ. എല്ലാരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.